ന്യൂസ് 16 കേരള. ഇസ്രായേലിലെ 5 സൈനിക താവളങ്ങളിൽ ഇറാനിയൻ മിസൈലുകൾ പതിച്ചു. നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ? ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട. നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. എയർ ആൻഡ് സീ കാർഗോ, കൊറിയർ സർവീസ്, റോഡ് ഫ്രൈറ്റിംഗ്. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. അപ്പോ ഇനി ടെൻഷൻ വേണ്ട. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. കഴിഞ്ഞ മാസത്തെ യുദ്ധത്തിനിടെ ഇറാൻ പ്രയോഗിച്ച മിസൈലുകൾ ഇസ്രായേലിലെ 5 സൈനിക താവളങ്ങളിൽ പതിച്ചതായി റിപ്പോർട്ട്. ഉപഗ്രഹ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ബ്രിട്ടനിലെ ടെലഗ്രാഫ് പത്രമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ടെൽനോവ് വ്യോമ താവളം, ഗ്ലിലോട്ട് ഇന്റലിജൻസ് ആസ്ഥാനം, സിപ്പോറിറ്റ് ആയുധ നിർമ്മാണ കേന്ദ്രം എന്നിവയടക്കം 5 സൈനിക കേന്ദ്രങ്ങളിൽ 6 ഇറാനിയൻ മിസൈലുകൾ പതിച്ചെന്നാണ് പറയുന്നത്. മിലിറ്ററി സെൻസർഷിപ്പ് നിലവിലുള്ളതിനാൽ സൈനിക കേന്ദ്രങ്ങളിലെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഇസ്രായേലി മാധ്യമങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. ജൂൺ 13 മുതൽ 24 വരെ 12 ദിവസം നീണ്ട യുദ്ധത്തിനിടെ ഇറാൻ 500-ന് മുകളിൽ മിസൈലുകളാണ് ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചത്. ഇതിൽ 42 മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ഇസ്രായേലി ഭൂമിയിൽ പതിച്ചു. 28 ഇസ്രായേലികളാണ് മരിച്ചത്. 2305 വീടുകൾ, 240 കെട്ടിടങ്ങൾ, 2 യൂണിവേഴ്സിറ്റികൾ, ഒരു ആശുപത്രി എന്നിവയ്ക്കും കേടുപാടുണ്ടായി. ഓരോ ദിവസവും പിന്നിടുന്തോറും ഇസ്രായേലി അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിക്കുന്ന ഇറാനിയൻ മിസൈലുകളുടെ എണ്ണം വർദ്ധിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.